7 മാസത്തെ ചടങ്ങിന് ശേഷം ഏട്ടത്തിയുടെ വീട്ടിൽ പോയി വന്നതിന് ശേഷമാണല്ലോ ഏട്ടൻ ഈ മാറ്റമൊക്കെ ഉണ്ടായത്. അന്ന് അവിടെ എന്തെങ്കിലും നടന്നായിരുന്നോ? എനിക്കറിയില്ല മഞ്ജു. അതെന്താ അറിയാത്തത്? സാഗരേട്ടൻ അതേപ്പറ്റി ഒന്നും കണ്ണേട്ടനോട് അനന്തോടനോടൊന്നും ചോദിച്ചില്ലേ? നീ ഒരുപാട് തവണ ഈ പറഞ്ഞവരൊക്കെ വിളിച്ചല്ലോ. എന്നിട്ട് അവരാരെങ്കിലും വ്യക്തമായ കാരണം നിന്നോട് പറഞ്ഞോ? കണ്ണേട്ടനും ഏട്ടത്തിയും തമ്മിൽ പിണങ്ങണമെങ്കിൽ അതിന് ശക്തമായിട്ടൊരു കാരണം വേണം അല്ലേ? അതും ഏട്ടത്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥയില് കണ്ണേട്ടനൊരു വാക്കുകൊണ്ട് പോലും ഏട്ടത്തിയെ വേദനിപ്പിക്കില്ല. അവര് തമ്മില് ചിലപ്പോ പുറത്തു പറയാൻ പറ്റാത്ത എന്തെങ്കിലും സൗന്ദര്യപ്പിണക്കം കാണുമായിരിക്കും. അങ്ങനെ പുറത്തു പറയാൻ പറ്റാത്തതായിട്ട് അവരുടെ ജീവിതത്തിലൊന്നും ഇല്ലല്ലോ സാഗരേട്ടാ. ഇവളുടെ അച്ഛനെ കൊന്നത് പ്രതാപനാണെന്ന് അറിഞ്ഞ പിന്നെ ഇവള് പോയി കരുണയെ വലിച്ചു കയറും. എന്താ ആലോചിക്കുന്നെ? എന്തോ മനസ്സിനകത്ത് കിടപ്പുണ്ടല്ലോ. ഏയ് ഒന്നുമില്ല മഞ്ജു. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള രഹസ്യങ്ങൾ ചിലതൊന്നും ആരും പുറത്ത് പറയാറില്ലല്ലോ. ഒരു കാര്യം ഉറപ്പാ, അവർക്കിടയില് എന്തോ തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഹോസ്പിറ്റലിൽ തോമസ് സാർ ഉൾപ്പെടെ എല്ലാവരും എത്തിയിരുന്നല്ലോ. അതുകൊണ്ട് പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയി കാണുമായിരിക്കും. ഇനിയിപ്പോ എന്ത് പുറത്തു പറയാൻ പാടില്ലാത്ത സംഭവമാണെങ്കിലും തോമസ് സാർ അറിയാതിരിക്കില്ലല്ലോ. സാഗരേട്ടൻ തോമസ് സാറോട്ട് യാത്ര ചെയ്യുമ്പോഴേ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാൻ നോക്ക്. എന്റെ മഞ്ജു, അവര് തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ തീർന്നു. പിന്നെ നമ്മൾ എന്തിനാ അതൊക്കെ മനസ്സിലാക്കുന്നത്? എന്നാലും അറിയാനൊരാകാംക്ഷ. എനിക്കൊരാകാംക്ഷയുമില്ല. നിന്റെ ഏട്ടനും ഏട്ടത്തെയും തമ്മിലുള്ള പിണക്കം മാറണമെന്ന് മാത്രമായിരുന്നു എന്റെ പ്രാർത്ഥന. അതേതായാലും നടന്നു. ഇനിയിപ്പോ അതിന്റെ പിന്നാലെയൊന്നും ഞാൻ എന്തായാലും ഇല്ല. അനന്ത് സാർ എത്രയും പെട്ടെന്ന് ഒരിക്കൽ കൂടി അയാളെന്ന് കാണണം. പൈസ കൊടുക്കാനാണെന്ന് കരുതി അയാൾ ഓടിപ്പടച്ചങ്ങ് വരും. ആ സമയത്ത് 1 ടൈം സെറ്റിൽമെന്റ് ചെയ്യാന്നങ്ങ് പറ. എന്നുവെച്ചാ ഒറ്റയടിക്ക് പണം കൊടുക്കുന്നു, ഇടപാട് തീർക്കുന്നു. അതായത് ഇനി ഇതിന്റെ പേരിൽ ഒരു വില പേശൽ പാടില്ല. അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അല്ല, അതിന് എത്ര രൂപ പറയണം മാർക്കോ? അത് നമ്മളെന്തിനാ സാറേ പറയുന്നത്? അയാൾ പറഞ്ഞോളൂല്ലോ. നമ്മൾ ബാർഗിൻ ചെയ്താൽ മാത്രം മതി. എന്തായാലും നമ്മൾ പൈസ കൊടുക്കാൻ പോകുന്നില്ല. അപ്പൊ അയാൾ കുറച്ചുകൂടി സ്വപ്നം കാണട്ടെ. ഇപ്പോ മഹാലക്ഷ്മി എന്നോട് സത്യം പറയരുതെന്ന് മറ്റാരെക്കാളും ആഗ്രഹിക്കുന്നത് അയാളായിരിക്കും. സംശയമുണ്ടോ? അതിനു വേണ്ടിയിട്ട് നേർച്ചയും വഴിപാടും വരെ അയാൾ നടത്തുന്നുണ്ടാവും. എന്നാലും ചെറിയൊരു അവസരം കിട്ടിയപ്പോ അയാൾ വാലുപൊക്കുന്ന കണ്ടോ? വിശ്വസിക്കാൻ കൊള്ളാത്തവരാടാ. ഇങ്ങനെ ഒരുത്തനാണ് നീ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ വെച്ചോണ്ടിരുന്നത്. നിന്റെ അനിയനും അയാളും ആ മേഘനും കൂടെ ശരിക്കും പറഞ്ഞാൽ നിന്റെ കമ്പനിയെ തകർത്തോണ്ടിരിക്കുകയായിരുന്നു. അന്നൊക്കെ ഒരുപാട് പരാതി കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴാ എല്ലാം ഒന്ന് നേരെയായത്. നേരെയായെന്ന് മാത്രമല്ല, ഇപ്പൊ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറം ലാഭമുണ്ട്. എടാ, നീ എന്തായാലും അമിത ലാഭമൊന്നും ഈടാക്കുന്ന കൂട്ടത്തിലല്ല. അപ്പൊ പിന്നെ മാന്യമായിട്ട് കസ്റ്റമേഴ്സിന് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ചെയ്ത് കൊടുക്കാം. കമ്പനിക്ക് കസ്റ്റമേഴ്സിനെ കൊള്ളയടിക്കണമെന്നുള്ള ആഗ്രഹം ഇല്ലെന്നിരിക്കെ സ്റ്റാഫുകൾ സമ്മതിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഉണ്ണിക്കും മേഘനും എന്റെ അമ്മാവനും ഒക്കെ പകരം മാർക്കോയും ലോപ്പസും ഒക്കെ കമ്പനിയിൽ വന്ന് ജോയിൻ ചെയ്യാൻ. നിങ്ങൾ രണ്ടാളും സൂപ്പർവൈസറായി നിന്നാ എനിക്കൊരു സ്വസ്ഥത കിട്ടും. അതൊക്കെ സമയമാകുമ്പോൾ പറയാം സാറേ. ഇതിനൊക്കെ പ്രത്യേകിച്ച് സമയമുണ്ടോ മാർക്കോ? നിങ്ങളുണ്ടെങ്കിൽ പിന്നെ ആ സൈഡ് സേഫാ. സാറിന്റെ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ നിന്ന് മാത്രമല്ല, സാറിന്റെ ജീവിതത്തിലും ഞങ്ങളൊരു മേൽനോട്ടം എന്തായാലും ഉണ്ടാവും. അതിലൊന്നിലും ഞങ്ങൾ ഒരു വീഴ്ചയും വരുത്തില്ല. പക്ഷേ ഫുൾ ടൈം ഒരിടത്ത് നിൽക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല സാറേ. നാട്ടിലെ സകല പ്രശ്നങ്ങളും തീർക്കണമല്ലോ നിങ്ങൾക്ക് രണ്ടാൾക്കും. പലരും ഞങ്ങളെ വിശ്വസിക്കുന്നുണ്ട് സാറേ. അവരൊക്കെ വിളിക്കുമ്പോൾ പോണ്ടേ. എന്തായാലും അനന്ത് സാർ ഇപ്പം തന്നെ അയാളെ വിളിക്കട്ടെ, ആ വാമദേവനെ. എന്നിട്ട് അയാളെ നേരിൽ കണ്ട് ഡീൽ ഉറപ്പിക്കണം. അത് കഴിഞ്ഞ് വലിയൊരു തുക പെട്ടിയിലാക്കി കൊണ്ടുപോകാനായിട്ട് അയാൾ വരട്ടെ. അപ്പൊ അയാളെ നമുക്ക് പെട്ടിയിലാക്കാം. അതുവരെ അയാളെ സ്വപ്നം കാണട്ടെ, പലതും നെയ്ത് കൂട്ടട്ടെ.